പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, രണ്ടാം മാറാട് കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ. അത് ചെറിയ സംഭവം ആയിരുന്നില്ല. 150-ലധികം ആളുകൾ വെട്ടിത്തിളങ്ങുന്ന വാളുകളുമായി വളരെ പെട്ടെന്ന് ഈ കടപ്പുറത്ത് കാറ്റുകൊണ്ടിരുന്ന ആളുകളുടെ മേൽ ചാടി വീഴുകയും അവരെ വെട്ടി നുറുക്കുകയുമാണ് ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റി 8 പേർ സംഭവ സ്ഥലത്ത് വെച്ചിട്ട് മരിച്ചു. ഭയാനകമായ ആക്രമണമാണ് നടന്നത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മാറാട്ടുള്ള എല്ലാ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും സ്ത്രീകളും വളരെ പ്രായമായ ആളുകളും ഒഴിഞ്ഞുപോയി. ഇതാ സമയത്ത് ആരും ശ്രദ്ധിച്ചില്ല. കാരണം ഇതിന്റെ പുറകിൽ വലിയ ആസൂത്രണവും വലിയ മുന്നൊരുക്കവും ഗൂഢാലോചനയും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്നൊരു പ്രത്യാക്രമണം ഉണ്ടായാലോ എന്ന് പേടിച്ച് സ്ത്രീകളെയും പ്രായമായ ആളുകളെ ഓർന്ന് ഒഴിപ്പിച്ചത്. അതിനുശേഷമാണ് ഈ ആളുകൾ വാളുകളുമായിട്ട് അവിടെ ചാടി വീഴുകയും ഇതുപോലെ ഒരു അതിക്രമം നടത്തുകയും ചെയ്തു. കേരളത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇതായാലും വ്യക്തമാണ്, രണ്ടാം മാറാട് കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ. അതിനിരയായ ആളുകൾ ഹിന്ദു മതത്തിൽ അറയ സമുദായത്തിൽപ്പെട്ട വ്യക്തികളുമായിരുന്നു. ഈ സംഭവത്തിന്റെ പുറകെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നു വെച്ചാൽ തീർച്ചയായിട്ടും CPM-കാരുണ്ടായിരുന്നു, ലീഗുകാരുണ്ടായിരുന്നു, പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടായിരുന്നു. കോഴിക്കോട്ടിലെ ഒരു പ്രമുഖ മുസ്ലിം ലീഗ് നേതാവിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി ഉയർന്നു വരുന്ന ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ആളുകൾ മാറാട് ഹാജി എന്നാക്കി മാറ്റി. എന്നാൽ അദ്ദേഹം പരാജിതരായി പുള്ളിപ്പോഴും ലീഗിന്റെ അനുസരിച്ച് നേതാവായിട്ട് പൊതുരംഗത്തുകൊണ്ട് ഇടക്കിടക്ക് ടെലിവിഷൻ ചാനലുകളിലും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് മാറാട്ട് സംഭവിച്ചത്. ഇവിടെ AK ബാലനും വെള്ളാപ്പള്ളി ഗണേശനൊക്കെ പറയുന്നതിൽ ചെറിയ കഥയുണ്ട്. അതായത് UDF ഭരിക്കുമ്പോഴാണ് മാറാട് കലാപമുണ്ടായത്.